നഴ്സസിന് വർക്ക് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ് ആണോ സൗദി അറേബ്യ? എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് നമ്മൾ സൗദിക്ക് വരുന്നതിന് മുന്നേ നാട്ടിൽ വെച്ച് ചെയ്യേണ്ടത്? ഏതൊക്കെ റൂട്ട് വഴി നമുക്ക് സൗദി അറേബ്യയിൽ ഒരു നേഴ്സായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും? ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്യൂട്ടിക്കൂറ. സോ ദിസ് വീഡിയോ is specially dedicated for nurses, and if you are not a nurse you can skip my video, and if you are a nurse and not trying to come to Saudi Arabia then you can also skip my video. നമ്മൾ ഈ വീഡിയോയിൽ കൂടി കൊടുക്കുന്ന ഇൻഫർമേഷൻ സൗദിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന നഴ്സസിന് വേണ്ടിയിട്ടുള്ളതാണ്. ആൻഡ് ഇതൊക്കെ നിന്നോട് ആര് ചോദിച്ചെന്ന് ചോദിക്കുന്നവരോട് ട്രസ്റ്റ് മീ ബ്രോ, എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്ന എൻ്റെ ജൂനിയേഴ്സ് സീനിയേഴ്സ്, എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന സീനിയേഴ്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സൗദി അറേബ്യയിലേക്ക് വരുന്നതിന് മുന്നേ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അവിടെ എങ്ങനെയുണ്ട് വർക്ക് ലൈഫൊക്കെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. ആൻഡ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഏതൊക്കെ റൂട്ട് വഴി നമുക്ക് സൗദി അറേബ്യയിലേക്ക് വരാം, പിന്നെ നമ്മൾ ചെയ്യേണ്ട റിക്വയർമെൻറ്റ്സ്, പിന്നെ ഇവിടെ നാട്ടിലെ കമ്പയർ ചെയ്യുമ്പോൾ സൗദിയിൽ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണുള്ളത്, ഇതൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഏതൊക്കെ റൂട്ട് വഴി സൗദി അറേബ്യയിലേക്ക് വരാമെന്ന് നോക്കാം. നമുക്ക് 2 റൂട്ട് വഴിയാണ് വരാൻ പറ്റുന്നത്. ഒന്ന് നോർക്ക റൂട്ട് വഴി വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ഏജൻസി വഴി നമുക്ക് വരാം. ഇപ്പം നോർക്ക റൂട്ട് നോക്കുകയാണെങ്കിൽ നമ്മളെ ഗവൺമെൻറ്റും ഇൻ്റർനാഷണൽ എക്സ്റ്റേണൽ അഫയേഴ്സും കമ്പൈൻ ചെയ്തിട്ട് അവരുടെ അണ്ടറിൽ വരുന്ന ഒരു ഏജൻസി വഴിയായിരിക്കും നമ്മൾ സൗദിയിലേക്ക് വരുന്നത്. അതെന്ന് വെച്ചാൽ നമുക്ക് നല്ല അഫോർഡബിൾ ആണ്, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വേ ആണ്. ബട്ട് അതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് നോർക്ക ആപ്ലിക്കേഷൻസ് വിളിക്കാറില്ല, ഇയർലി വൺസ് ഒക്കെയാണ് ഉണ്ടാവാറ്. അപ്പം ആ സമയത്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് അയക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു റൂട്ട് ചൂസ് ചെയ്യുന്നതാണ്. പിന്നുള്ളതാണ് ഏജൻസി. ഏതെങ്കിലും പ്രൈവറ്റ് ഏജൻസി വഴി നമുക്ക് MOH MOD ഉണ്ട്, പിന്നെ ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കും ഇൻ്റർവ്യൂ നടക്കാറുണ്ട്. ഇപ്പോൾ MOH എന്ന് പറയുമ്പോൾ മിനിസ്ട്രി ഓഫ് ഹെൽത്ത്, MOD എന്ന് പറയുമ്പോൾ മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. ഇത് രണ്ടും നമുക്ക് ബെറ്റർ ആണ്, കാരണം ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു വഴി തന്നെയാണ് ഇതെന്ന് പറയുന്നത്. കാരണം ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇവിടുത്തെ ഗവൺമെൻറ്റാണ്. നമ്മുടെ ഫുഡ്, അക്കോമഡേഷൻ, നമ്മളെ പ്ലേസ്മെൻറ്റ് ചെയ്യിക്കുന്നത് ഒക്കെ നമ്മൾ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ്. അവരാണ് നമ്മുടെ മൊത്തം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത്. ആൻഡ് പിന്നെ ഉള്ള ഒന്നാണ് നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റൽ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഹോസ്പിറ്റൽ ചൂസ് ചെയ്യാൻ നോക്കുക. കാരണം ഇവിടെ വന്നതിന് ശേഷം സേഫ്റ്റിക്കൊന്നും ഒരു കുറവില്ല. പക്ഷെ ഒരിക്കലും ഗവൺമെൻറ് അല്ല നമ്മുടെ അക്കോമഡേഷൻ ഫുഡൊന്നും നോക്കുന്നത്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആയിരിക്കും. ഇൻ കേസ് നിങ്ങളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വന്നു, ആ ഹോസ്പിറ്റൽ നിങ്ങൾ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ അക്കോമഡേഷൻ ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾ ഏത് ഏജൻസി വഴിയാണോ വന്നത് അവരെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അക്കോമഡേഷൻ്റെ പ്ലേസൊക്കെ വന്നിട്ട് നിങ്ങൾ നോക്കേണ്ടി വരും. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. സോ എപ്പോഴും സേഫ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുവാണ്. അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം പ്രൈവറ്റ് ചൂസ് ചെയ്താലും നല്ല ഹോസ്പിറ്റൽ നോക്കിയിട്ട് ചൂസ് ചെയ്യാം. ഇനി നമുക്ക് സെക്കൻഡ് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് നമ്മൾ നാട്ടിൽ വെച്ച് ചെയ്ത് തീർക്കേണ്ടത് നോക്കാം. ഇപ്പം നമ്മളൊരു ഏജൻസിയിൽ ജോയിൻ ചെയ്ത് നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ പാസ്സായാൽ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റൊക്കെ അവർ അറ്റസ്റ്റേഷൻ ചെയ്യും. ഇതൊക്കെ ഏജൻസി തന്നെ ചെയ്തോളും, നമ്മൾ സർട്ടിഫിക്കറ്റ്സൊക്കെ അവർക്ക് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡാറ്റ ഫ്ലോ ചെയ്യും. ഡാറ്റ ഫ്ലോ അറൗണ്ട് 1 മന്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഡാറ്റ ഫ്ലോ റെഡി ആയിട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എലിജിബിലിറ്റി ചെയ്യണം. എലിജിബിലിറ്റി അറൗണ്ട് 1 വീക്ക് 2 വീക്കിൻ്റെ ഉള്ളിൽ നമുക്ക് എലിജിബിലിറ്റി കിട്ടും. ഇതൊക്കെ ഏജൻസിയാണ് ചെയ്യുന്നത്. ഇതിന് മൊത്തമായിട്ടാണ് നമ്മൾ സർവീസ് ചാർജ് ലാസ്റ്റ് കൊടുക്കേണ്ടി വരും. നല്ലൊരു എമൗണ്ട് തന്നെ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ 3.5 3.65 ലാക്കൊക്കെയാണ് ഇപ്പോൾ സർവീസ് ചാർജായിട്ട് ഏജൻസിക്കാർ വാങ്ങുന്നത്. സോ നമ്മൾ എലിജിബിലിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ഡേറ്റ് എടുത്തിട്ട് എക്സാം ചെയ്ത് പാസ്സായി കഴിഞ്ഞാൽ വിത്തിൻ വൺ മന്ത് നിങ്ങൾ സൗദി രജിസ്ട്രേഷൻ ചെയ്യണം. അത് 1 മന്തിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ അത് എക്സ്പയർഡ് ആയിട്ട് പിന്നെ നമ്മൾ എക്സ്ട്രാ ചാർജൊക്കെ കൊടുത്തിട്ട് ചെയ്യേണ്ടി വരും. സോ നിങ്ങൾ എക്സാം പാസ്സായി കഴിഞ്ഞ് വിത്തിൻ 1 മന്ത് നിങ്ങൾ സൗദി കൗൺസിൽ രജിസ്ട്രേഷൻ ചെയ്യണം. അത്രയും ചെയ്ത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് വിസ, ടിക്കറ്റിൽ പറഞ്ഞ ഡേറ്റിന് നിങ്ങൾക്ക് സൗദിയിലേക്ക് വരാൻ കഴിയുന്നതാണ്. മൂന്നാമതായിട്ട് നമുക്ക് സൗദിയും കേരളവും കമ്പയർ ചെയ്തിട്ട് ഇവിടെ എന്ത് ബെനിഫിറ്റാണ് നഴ്സസിന് ഉള്ളത് നോക്കാം. ഇവിടെ ഒരുപാട് ബെനിഫിറ്റ് നഴ്സസിനുണ്ട്. നിങ്ങൾ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫുഡ്, അക്കോമഡേഷൻ ഒക്കെ ഇവർ നോക്കിക്കോളും. അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടാണ് തരുന്നത്. പിന്നെ നമ്മുടെ സാലറി എന്ന് പറയുന്നത് നാട്ടിൽ നമുക്ക് കിട്ടുന്നതിൻ്റെ 3 ഇരട്ടി സാലറി അല്ലെങ്കിൽ അതിലും കൂടുതൽ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. എക്സ്പീരിയൻസ് അനുസരിച്ച് ആ സാലറി കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ ഇപ്പം ഓരോ ഹോസ്പിറ്റലിനനുസരിച്ചാണ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണെങ്കിൽ എനിക്ക് 8 hours ഡ്യൂട്ടിയും 2 ഓഫാണുള്ളത്. ബട്ട് നമ്മൾ നാട്ടിലാവുന്ന സമയത്ത് നമ്മൾ 8 hours ഡ്യൂട്ടി എടുക്കണം, 1 day ഓഫാണ് നമുക്ക് നൈറ്റ് കഴിഞ്ഞ് കിട്ടുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് 2 day ഓഫ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ
മെയിൻലി നമുക്ക് പറയാനുള്ളത് സാലറി തന്നെയാണ്. നല്ലൊരു സാലറി സാലറി പാക്കേജ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ പ്രശ്നം എന്ന് പറയുന്നത് ലാംഗ്വേജ് പ്രോബ്ലം വരുന്നുണ്ട്. പിന്നെ നമ്മളെ നഴ്സുമാരൊക്കെ ഇവിടെ വരുന്നതിന് മുന്നേ ശ്രദ്ധിക്കുക, നിങ്ങൾ എപ്പോഴും എക്സാം എഴുതി പാസ്സായതിനു ശേഷം മാത്രം വരിക. കാരണം എന്താ വെച്ചാൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഒരുപാട് പേപ്പർ വർക്ക് ചെയ്യാനുണ്ട്, ഇക്കാമ അങ്ങനെ ഒരുപാട് പേപ്പർ വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബാങ്ക് അക്കൗണ്ട് എടുക്കണം, അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഈ എക്സാമിനും കൂടി ഓടേണ്ടി വരും. ഈ എക്സാം എന്ന് പറയുന്നത് ഹോസ്പിറ്റലുകാരാണ് നിങ്ങൾക്ക് ഡേറ്റ് എടുത്ത് തരിക. അപ്പോൾ അവർ പെട്ടെന്ന് എടുത്തിട്ട് നിങ്ങളോട് പെട്ടെന്നായിരിക്കും ഡേറ്റ് പറയുന്നത്. അപ്പോൾ ആ ഡേറ്റ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് എക്സാം സെൻറ്റർ കാണത്തില്ല. പിന്നെ നിങ്ങൾ പ്ലെയിനിൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ ഓൺ റിസ്കിൽ നിങ്ങൾ പോയിട്ട് വേറെ എക്സാം സെൻറ്റർ വേറെ പ്ലേസിലൊക്കെ പോയിട്ട് എക്സാം എഴുതേണ്ടി വരും. സോ എപ്പോഴും എക്സാം എഴുതി ക്ലിയർ ചെയ്തിട്ട് മാത്രം വരിക. കാരണം നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടുന്ന് പഠിക്കാനൊന്നും സമയം കിട്ടത്തില്ല. ഏജൻസിക്കാർ നിങ്ങളോട് പറയും നിങ്ങൾക്ക് അവിടെ പോയിട്ട് എക്സാം എഴുതാമെന്നൊക്കെ പറയും. പക്ഷെ അതൊരിക്കലും കേൾക്കരുത്. കാരണം നിങ്ങൾ അവിടെ നിന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഇവിടുത്തെ ഗവൺമെൻറ്റാണ് നോക്കുന്നത്. നിങ്ങളും ഏജൻസിയും തമ്മിൽ ഒരു റിലേഷനും പിന്നെ കാണത്തില്ല. അതുകൊണ്ട് ഏജൻസിക്കാർ പറയുന്നത് കേട്ട് എക്സാം എഴുതാണ്ട് ആരും ദയവ് ചെയ്ത് സൗദി അറേബ്യയിലേക്ക് വരരുത്. പിന്നെ നിങ്ങൾക്ക് വാർഡിലാണ് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് BLSൻ്റെ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് വേണം. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണം. BLS അത് കമ്പൽസറി ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് അത് ചെയ്യേണ്ടി വരും. നമ്മൾ നാട്ടിൽ കൊടുക്കുന്നതിനെക്കാട്ടും എമൗണ്ട് ഇവിടെ കൂടുതലാണ്. പിന്നെ നിങ്ങൾക്ക് ക്രിട്ടിക്കൽ കെയർ അങ്ങനെയുള്ള സ്ഥലത്താണ് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ എമർജൻസി അതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ACLSും വേണം. ഇപ്പോൾ വാർഡാണെങ്കിൽ BLS മാത്രം മതി. ഇനി ക്രിട്ടിക്കൽ കെയർ ആണെങ്കിൽ നിങ്ങൾക്ക് BLSും ACLSും വേണം. ഇതൊക്കെ നാട്ടിൽ നിന്ന് തന്നെ ചെയ്തു വരാം. നമുക്ക് നാട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതൊക്കെ നാട്ടിൽ നിന്ന് തന്നെ ചെയ്തു വരിക. കാരണം ഇവിടെ വരുമ്പം ഈ HR-ലൊക്കെ പോയി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇവർക്ക് ഇംഗ്ലീഷ് നല്ലോണം അറിയത്തില്ല. അതുപോലെ തന്നെ ഇവർ പറയുന്ന ഇംഗ്ലീഷ് ഒരു അറബിക് മിക്സ്ഡ് ആയിട്ടാണ്, നമുക്ക് മനസ്സിലാവത്തില്ല. സോ ഇവർ പറയുന്നത് നമുക്ക് മനസ്സിലാവത്തില്ല. അതിനിടയ്ക്ക് നമ്മൾ വേറെ കുറേ പേപ്പർ വർക്ക് ഇവിടെ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാട്ടിൽ നിന്ന് തന്നെ ചെയ്തു വരുവാണെങ്കിൽ എന്തുകൊണ്ടും നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ റിസ്ക് എടുക്കേണ്ട ആവശ്യം വരില്ല. ഇപ്പം എൻ്റെ കൂടെ വന്ന പലരും എക്സാം എഴുതാണ്ട് വന്നിട്ട് ഇപ്പോൾ ബുദ്ധിമുട്ടുന്നത് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ ഇറ്റ്സ് എ ഹംബിൾ റിക്വസ്റ്റ് ഫ്രം മൈ സൈഡ്. എല്ലാവരും എക്സാം എഴുതിയിട്ട് ക്ലിയർ ചെയ്തിട്ട് ഇതുപോലത്തെ സർട്ടിഫിക്കറ്റൊക്കെ റെഡിയാക്കിയതിന് ശേഷം സൗദിയിലേക്ക് വരാം. പിന്നെ എന്തുകൊണ്ടും ഒരു നേഴ്സിന് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് സൗദി അറേബ്യ. നമുക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാനും അതുപോലെ തന്നെ നമ്മൾ അത്രയും എമൗണ്ട് കൊടുത്താണ് നമ്മൾ പഠിക്കുന്നത്. എഡ്യൂക്കേഷനായാലും എന്തിനായാലും നമ്മൾ അത്രയും പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ നാട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു 2 കൊല്ലം 3 കൊല്ലം 4 കൊല്ലം വർക്ക് ചെയ്താലേ നമുക്ക് ആ ഒരു എമൗണ്ട് കിട്ടുന്നുള്ളൂ. പക്ഷേ ഇവിടെ ആകുമ്പോൾ നമുക്കൊരു വിത്തിൻ 3 മന്ത് നമ്മൾ നമ്മൾ എത്ര രൂപ കൊടുത്താണ് പഠിച്ചത് ആ എമൗണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ നമ്മൾ എന്തുകൊണ്ടും ഒരു ബെറ്റർ എൻവിറോൺമെൻറ്റും എന്താണെങ്കിലും സേഫ്റ്റി വെച്ച് നോക്കുകയാണെങ്കിലും എന്ത് വെച്ച് നോക്കുകയാണെങ്കിലും നമ്മുടെ നാടിനെക്കാട്ടും ബെറ്ററാണ് ഇവിടെ നഴ്സസിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എവരിവൺ വെൽക്കം ടു സൗദി അറേബ്യ. ഇത്രയും ഇൻഫർമേഷൻ തന്നെ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും നിങ്ങൾക്ക് സൗദി റിലേറ്റഡ് ആയിട്ട് സൗദി നഴ്സസ് ആയിട്ട് നിങ്ങൾ വരുവാണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. എനിക്ക് അറിയുന്ന ഇൻഫർമേഷനൊക്കെ ഞാൻ തരുന്നതായിരിക്കും. സോ താങ്ക് യു ഗൈസ്. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടിൽ ദെൻ ബൈ ബൈ, സീ യു ഗൈസ്.